നമ്മൾ ഇന്നൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ ചിക്കൻ്റെ അകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി പേസ്റ്റ്, മല്ലിയില, പുതിനയില, തൈര്, ഉപ്പ്, പിന്നെ ഓണിയൻ ഫ്രൈ ചെയ്തത് ആൻഡ് ബിരിയാണി മസാല, അതായത് നമ്മളുടെ ഹൈദരാബാദി ബിരിയാണിയുടെ മസാല പാക്കറ്റ് വരും, അതാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണി മസാല തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ മസാല തന്നെ യൂസ് ചെയ്യാം. ബട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്ത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആക്കി ഇടുക. പിന്നെ മല്ലിയില, പുതിനയില അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു ചേർക്കുക. പിന്നെ ഉപ്പ്, തൈര്, ഓണിയൻ ഫ്രൈ ചെയ്തത്, എണ്ണയിൽ നല്ലപോലെ ഓണിയൻ ഫ്രൈ ചെയ്തതിൻ്റെ കുറച്ച് ഇതിലിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. ആദ്യം നമുക്ക് കാഷ്നട്ട് ആൻഡ് റൈസിൻസ് ഫ്രൈ ചെയ്ത് മാറ്റാം. നെയ്യിടാം. നട്ട്സ് ഫ്രൈ ചെയ്ത് നെയ്യിൽ തന്നെ കുറേ കൂടി എണ്ണ ഒഴിക്കുകയാണ്. നമ്മളുടെ ഓണിയൻ ഫ്രൈക്ക് കുറച്ചധികം എണ്ണ വേണം കേട്ടോ. എന്നാലേ ഓണിയൻ ഒന്ന് ശരിക്കും ഫ്രൈ ആവുള്ളൂ. ബാക്കി എണ്ണ വന്നു വെച്ചാൽ പേടിക്കണ്ട, നമ്മൾക്ക് ചിക്കനും അത് തന്നെ എടുക്കാം. നമ്മൾ ഓണിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇതിൽ ഉപ്പിടണ്ട കേട്ടോ, കാരണം നമുക്കിത് ക്രിസ്പി ആയിട്ട് വേണം. അപ്പൊ നമ്മൾ ഇതിൽ ഉപ്പിടില്ല. ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഷുഗർ ഇട്ട പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആവും. നമ്മളുടെ ഓണിയൻ ഫ്രൈ ആവുന്നുണ്ട്, ബട്ട് ആ ക്രിസ്പിനെസ് വന്നിട്ടില്ല. അപ്പൊ ഞാനിത് കുറച്ച് ഷുഗർ ഇടാൻ പോവാണ്. മതി. ഇതിട്ട് കഴിയുമ്പോഴേ ഓണിയൻസ് ക്രിസ്പി ആവുള്ളൂ. ടേസ്റ്റാണ്. ഇതിന് 1 അവർ പുറത്ത് വെച്ചിട്ട് അടുത്തൊരു 1 അവർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം കേട്ടോ.
ഇനി ബിരിയാണിക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വീതം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ അകത്തും കുറച്ച് ചാറുണ്ട്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് ഒരു അരിക്കുന്ന 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് ലിക്വിഡ് എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് അരി വറുക്കാം. ബിരിയാണിക്ക് അരി വറുക്കണം എന്നില്ല, പക്ഷെ ആ ഓണിയൻസ് വറുത്ത എണ്ണയിൽ ഒന്ന് അരി വറുത്താൽ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓണിയൻ വറുത്ത എണ്ണ കുറച്ചിട്ടിട്ട് കുറച്ചധികം ഇട്ടു അരി ഒന്ന് വറുക്കാൻ പോവുകയാണ്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ആൻഡ് ബേ ലീഫ് ഇട്ട് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റുക. അരി ഇവിടെ അരമണിക്കൂർ കഴുകി കുതിർത്ത് വെള്ളം മാറ്റി വെച്ചിരിക്കുകയാണ്. അരി ഒന്ന് എണ്ണയിൽ വഴറ്റി, അത് എണ്ണയിൽ വഴറ്റിയില്ലെങ്കിൽ നിങ്ങൾ അരി വെക്കുമ്പോൾ കുറച്ച് എണ്ണ ആ വെള്ളത്തിലേക്ക് ഇട്ടാലും മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ടു. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഇന്നലെ വറുത്ത് വെച്ച മുരിച്ച ഉള്ളി കുറച്ചിടുകയാണ്. നമ്മൾ ഇന്നലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴേ ഉള്ളി ഇട്ടു. ചോറിനകത്തും കുറച്ച് മുരിച്ച ഉള്ളി ഇടുക. അതിനുശേഷം ആ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇവിടെ ആർക്കും ഒത്തിരി പട്ട ഇതൊക്കെ വായിൽ പോകുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം ഊറ്റിയിട്ടു ഇടുന്നത്. വെയിറ്റ് ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ, ചുമ്മാ ഈ മൂടി കൊണ്ടൊന്ന് മൂടുവാണ്. കാരണം അരി ഒന്ന് ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ ചിക്കൻ ഏതായാലും ഹാഫ് കുക്ക്ഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇറച്ചിയൊക്കെ ഇടുക, അല്ലെങ്കിൽ ഇറച്ചിയെല്ലാം താഴെ പോയി കിടക്കും. കുറച്ചൊന്ന് അരി വെന്തിട്ട് ഇടുവാണെങ്കിൽ കറിയൊക്കെ മുകളിൽ തന്നെ കിടക്കും, ഗ്രേവി എല്ലാം താഴെ പൊക്കോളും. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. ഹാഫല്ല, കുറച്ച് കുക്കായിട്ടുണ്ട്. കണ്ട് ഇച്ചിരി വെള്ളത്തിനൊപ്പം അരി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടാൻ പോവാ കേട്ടോ. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഞാനെല്ലാം ഓൺലൈനിൽ ചെയ്തു. ഞാൻ പുറത്തിറങ്ങാൻ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നു. എല്ലാം ഓൺലൈൻ